പട്ട് വരുന്ന മനുഷ്യർക്ക് ആദ്യം ചെമ്പരത്തിപ്പ് വെക്കുമെന്ന് പറയുന്നത്. നീ പ്രണയത്തിന് ചെമ്പരത്തിപ്പ് കൊണ്ടുവന്നത് വേറൊന്നുമല്ല. ആ ട്യൂൺ കേട്ടപ്പോ മനസ്സിൽ തോന്നിയ ആദ്യത്തെ വാക്ക് ചെമ്പരത്തിപ്പൂവേ എന്നാണ്. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. കാരണം പാടി വെച്ചൊക്കെ പറ്റൂ. തത്തരാര് താരേ താരേ വായിൽ വന്ന വാക്കതാണ്. മറ്റൊന്ന് ചിന്തിക്കാൻ നേരമില്ല. കാരണം നേരം വെളുത്ത് മദ്രാസിലെത്തുമ്പോഴേക്കും രാത്രി നമുക്ക് അന്നൊക്കെ എറണാകുളത്ത് നിന്ന് മദ്രാസ് മെയിൽ പുറപ്പെടുന്ന ഒരു 6:30 മണി 7 മണിയാകുമ്പോഴാണ്. ഈ രാത്രി കൊണ്ട് എഴുതി തീർത്താൽ മാത്രമേ പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിങ് നടക്കുകയുള്ളൂ. റെക്കോർഡിങ്ങോ ട്യൂണോ ലിറിക്സോ ഒന്നുമല്ല മനസ്സില്. പിറ്റേ ദിവസം ലിറിക്സ് ഇല്ലാതെ ഞാൻ ആ തിയേറ്ററിൽ നിൽക്കുകയും റെക്കോർഡിങ് മുടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് മനസ്സിൽ മുഴുവൻ. ഈ അവസ്ഥയിൽ ഇന്നൊക്കെ എന്തൊരു സുഖമാണ് എഴുതാൻ എന്നുള്ളത് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ വീട്ടിലിരുന്ന് ട്യൂൺ കേൾക്കാം. ഇന്ന് ഈ ട്യൂൺ കേട്ട് നമുക്ക് ലിറിക്സ് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. മ്യൂസിക് ഡയറക്ടർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് വേണമെങ്കിൽ പല്ലവി മാത്രം എടുക്കും, അല്ലെങ്കിൽ റെക്കോർഡിങ് മാറ്റി വെക്കും. എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആണ്. മറ്റേത് അങ്ങനെയല്ല. ഓർക്കസ്ട്രക്കാര് സിംഗേഴ്സ് എല്ലാവരും നിൽക്കുകയാണ്. ആ സമയത്ത് ലിറിക്സ് വന്നില്ലെങ്കിൽ റെക്കോർഡിങ് മുടങ്ങും. അപ്പൊ അതാണ് അതിനേക്കാൾ വലിയ ടെൻഷൻ. ഇത്രയും ടെൻഷനോട് കൂടെ നമ്മള് അന്ന് എഴുതിയത് 2 പാട്ട്, പൂങ്കാറ്റ പോയി ചൊല്ലാമോ ചെമ്പരത്തി പോയി, രണ്ടിന്റെയും ആകെ ഒരു പാട്ടിന് 3 സ്റ്റാൻസയാണ്. പല്ലവി, അനുപല്ലവി, ചരണം. ഈ പല്ലവിയും അനുപല്ലവി എഴുതി വെച്ചു. ചരണം തിയേറ്ററിൽ ഇരുന്നിട്ട് എഴുതുന്നത്. അതുപോലെ അത്ര ടെൻഷനില് അന്ന് എഴുതിയ പാട്ടാണ്. ഇന്ന് ഓർക്കുമ്പോഴും ആ ടെൻഷൻ മനസ്സിലുണ്ട്. എന്തായാലും അതൊരു ആ ഹിറ്റാണ് എന്നെ പിന്നെ പാട്ട് എഴുത്തുകാരനാക്കിയത്. അങ്ങനെ ഒരു സന്തോഷം.